ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് മുട്ടയൊന്നും ചേർക്കാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു മയണൈസ് റെസിപ്പി ആയിട്ടാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് നല്ല പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഇപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പാലാണ്. അതിൽ പകുതി ഇപ്പോൾ ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ നന്നായി അരച്ചെടുക്കണം. പാലിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ്. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ നീരൊഴിച്ചാലും മതിയാകും. ഇതും കൂടെ ചേർത്ത് നന്നായി നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. നമുക്കിഷ്ടപ്പെട്ട ഓയിൽ ചേർക്കാം. സൺഫ്ലവറോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതി. വളരെ ഹെൽത്തി ആയിട്ട് ഓയിൽ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള സൂപ്പർ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബാക്കി പാൽ കൂടി ഒഴിച്ച് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കാം. നല്ല വൈറ്റിഷ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വേറൊരു മയണൈസ് റെസിപ്പി ഉണ്ട്, അതും കൂടി കാണുക. താങ്ക്